കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സമാരംഭമാണ്. കഴിഞ്ഞ ക്ലാസ് വരെ ഭാഗവത മാഹാത്മ്യത്തെയാണ് നമ്മൾ കേട്ടത്. പ്രഥമസ്കന്ധത്തിൽ 1-ാം അധ്യായം. പാരായണം നമുക്ക് ഇത് കഴിഞ്ഞ് ശ്ലോകങ്ങൾ ചൊല്ലാം. ഇപ്പോഴതിൻ്റെ കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ശ്ലോകങ്ങളുടെ താല്പര്യം സംക്ഷേപിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ശ്ലോകം പറയുന്നത് ജന്മാദ്യസ്യ യതൊന്വയാദിതരതശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരി മൃദാം യഥാ വിനിമയോ യത്ര സർഗ്വാമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി എന്നുള്ള മംഗളാചരണമാണ്. ഇപ്പം ഇവിടെ പറയുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി, നിലനിൽപ്പ്, നാശം ഇവയെല്ലാം പരമാത്മാവിനെ ആശ്രയിച്ചിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാത്മാവിൻ്റെ ചേർച്ച കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. പരമാത്മ സാന്നിധ്യമില്ലായിരുന്നു എങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല. പ്രപഞ്ചമില്ലെങ്കിലും പരമാത്മാവിന് യാതൊരു ഹാനിയും സംഭവിക്കുന്നുമില്ല. നമ്മുടെ ശരീരം പോലെ തന്നെ ഈ ശരീരം ഉണ്ടാകുന്നു, വളരുന്നു, നശിക്കുന്നു. ഇതെല്ലാം ജീവനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ജീവനുണ്ടെങ്കിലാണല്ലോ ഈ ശരീരം നിലനിൽക്കൂ. ജീവനില്ലായിരുന്നു എങ്കിൽ ഈ ശരീരം ഇതുപോലെ ഛേദസ്സുറ്റുള്ളതായി, ഉണ്മയുള്ളതായി, തകരാറുകളില്ലാത്തതായി ഒരിക്കലും നിലനിൽക്കില്ല. അതിന് ദൃഷ്ടാന്തമാണല്ലോ ജീവൻ ഈ ശരീരവുമായി വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അത് അഴുകാൻ തുടങ്ങുന്നു, ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്നു. അത് നമുക്ക് ഭയം ഉളവാക്കുന്നതായിത്തീരുന്നു. ഇതെല്ലാം ഈ ജീവചൈതന്യം വിട്ടുമാറുമ്പോൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സൗന്ദര്യവും അതുപോലെ തന്നെ ഈ ഉണ്മയും ഊർജവുമെല്ലാം കേവലം ഈ ബാഹ്യമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ അല്ല, മറിച്ച് ജീവനിൽ നിന്ന് സ്ഫുരിക്കുന്നതായ ആ ചൈതന്യം, ആ ഉണ്മ, അതാണ് ഈ ശരീരത്തെ ഉണ്മയുള്ളതും സൗന്ദര്യമുള്ളതും കേടുപാടുകളില്ലാത്തതും ആക്കി നിർത്തുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രപഞ്ചത്തിൻ്റെ കാര്യവും എന്ന് പറയുന്നു. ഈശ്വര ചൈതന്യമില്ലായിരുന്നു എങ്കിൽ ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കില്ല. എന്നാൽ ശരീരമില്ലെങ്കിലും ജീവന് ഹാനിയുമൊന്നുമില്ല. കാരണം വാസാംസി ജീർണാനി യഥാവിഹായ എന്ന് ഗീതയിൽ പറയുന്നത് കൊണ്ടാണ്. ജീവചൈതന്യം ഒരു ശരീരം വിട്ട് അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടി മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന സമയത്തും ജീവൻ കുഴപ്പമൊന്നുമില്ലാതെ തന്നെയാണ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സമഷ്ടിയും വ്യഷ്ടിയുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പറയുന്നു. വ്യഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, സമഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു, കാതിലൂടെ ശബ്ദത്തെയും ത്വക്കിലൂടെ സ്പർശത്തെയും കണ്ണിലൂടെ രൂപത്തെയും നാവിലൂടെ രസത്തെയും മൂക്കിലൂടെ ഗന്ധത്തെയും ജീവസ്വരൂപേണ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പരമാത്മാവാണ്. പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവനെ തന്നെയാണ് പറയുന്നത്. ജീവൻ എന്നുള്ളത് വാസ്തവത്തിൽ ഈശ്വര അംശമാണ്. ആ ഈശ്വര അംശം തന്നെയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പരമാത്മാവാകട്ടെ സ്വയം പ്രകാശ സ്വരൂപിയാണ്. പരമാത്മ പ്രകാശത്തിലാണ് പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നത്.
സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവന് തൻ്റെ സങ്കല്പത്തിലൂടെ വേദത്തെ ഉപദേശിച്ചത് പരമാത്മാവായിരിക്കുന്ന ഭഗവാനാണ്. ഇനി ആ ഈശ്വര തത്വത്തെ അറിയുന്ന വിഷയത്തിൽ വലിയ വലിയ വിദ്വാൻമാർക്ക് പോലും ഭ്രമമുണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ പോലും മോഹിച്ചു പോകുന്നു. മരുഭൂമിയിൽ സൂര്യരശ്മികൾ പ്രകാശിക്കുന്ന സമയത്ത് കാണപ്പെടുന്ന മരുമരീചികയെ നമ്മൾ ജലമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. നിലാവത്ത് ദൂരെ നിന്ന് കാണപ്പെടുന്ന ജലാശയത്തെ ചിലപ്പോൾ ഭൂമിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. അകലെ നിന്ന് നോക്കുന്ന സമയത്ത് രത്നത്തെ ചിലപ്പോൾ വിളക്കായിട്ട് ധരിക്കാറുണ്ട്. ഇങ്ങനെ ഒന്നിനെ മറ്റൊന്നായി ധരിക്കുന്നത് പോലെയാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളുടെ സൃഷ്ടിയായ പ്രപഞ്ചം പരമാത്മാവിൽ സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരമാത്മാവാകട്ടെ തൻ്റെ ജ്ഞാനസ്വരൂപം കൊണ്ട് മായയെയും മായാകാര്യമായ പ്രപഞ്ചത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്രകാരമെല്ലാമുള്ള സത്യസ്വരൂപനായ പരമാത്മാവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് മംഗളാചരണ ശ്ലോകത്തിൻ്റെ അർത്ഥം സാമാന്യമായിട്ട് പറയുന്നു. ഇനി വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. മഹാമുനിയായിട്ടുള്ള വേദവ്യാസ മഹർഷി നിർമ്മിച്ചതാണ് ഈ ഭാഗവത പുരാണം. ഇതിൽ ഉത്കൃഷ്ടധർമ്മമാകുന്ന നിഷ്കാമ ഭക്തിയെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ മത്സരം മുതലായിട്ടുള്ള ദോഷങ്ങളില്ലാത്തതായിട്ടുള്ള സജ്ജനങ്ങൾക്ക് മാത്രമേ നിഷ്കാമ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഭക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ നിന്ന് ഈ രാഗദ്വേഷങ്ങളാകുന്ന ആ അഴുക്കുകൾ നീങ്ങണം എന്നുള്ളതാണ്. മനുഷ്യജന്മം കൊണ്ട് അവശ്യം അറിയേണ്ടതും പരമാർത്ഥത്തിലുള്ളതും മംഗളകരവും ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതുമായിട്ടുള്ള വാസ്തവ വസ്തുവായിരിക്കുന്ന പരമാത്മാവിനെയാണ് ഈ ഗ്രന്ഥത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനാൽ ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വളരെ വേഗത്തിൽ പ്രകാശിക്കും. അവരുടെ ഹൃദയം ഈശ്വരാകാരമായി തീരും. ആ സ്ഥിതിക്ക് മറ്റു ശാസ്ത്രങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയൊക്കെ ആവശ്യമെന്താണ്? ഭാഗവത ശ്രവണം ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യമാകുന്ന ഈശ്വര അനുഭൂതി സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ദേവലോകത്തിലെ കൽപ്പകവൃക്ഷം സർവ്വ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ സകലവിധ ആഗ്രഹങ്ങളും സാധിക്കുന്നതിനുള്ള അനുഷ്ഠാനങ്ങളെ പ്രതിപാദിക്കുന്നതാണ് വേദം. അതാണ് ഭൂമിയിലെ കൽപ്പകവൃക്ഷം. വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ പഴമാണ് അല്ലെങ്കിൽ സാരമാണ് ശ്രീമദ് ഭാഗവതം. വേദത്തിൻ്റെ സാരസർവസ്വമാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖത്തിലൂടെ അമൃതധാരയായിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവഹിച്ചത്. ഭാഗവതമാകുന്ന പഴം രസസ്വരൂപമാണ്. ഇതിൽ കളയത്തക്കതായിട്ട് തോലോ കുരുവോ ഒന്നുമില്ല. രസസ്വരൂപമായിരിക്കുന്ന ഭാഗവതം കാതിലൂടെ ഓരോ പ്രാവശ്യം പാനം ചെയ്യും തോറും മനസ്സ് ആത്മസ്വരൂപനായ ഭഗവാനോട് അടുത്തടുത്ത് വരും. അവസാനം നദി സമുദ്രത്തിൽ എന്നതുപോലെ മനസ്സ് ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരും. അതിനാൽ സമർത്ഥരും രസികരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, ഈ രസസ്വരൂപമായ ഭാഗവതത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും നിരന്തരം കാതിലൂടെ പാനം ചെയ്യൂ. നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉഗ്രശ്രവസ് എന്നു പേരുള്ളതായ സൂതൻ ഒരു ദിവസം ആ യാഗശാലയിലേക്ക് കയറി ചെന്നു. ഋഷികളാകട്ടെ രാവിലത്തെ ഹോമം കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. സൂതനെ കണ്ടപ്പോൾ അവർക്ക് അപാരമായിട്ടുള്ള സന്തോഷം തോന്നി. അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തി ശൗനക മഹർഷി ചോദിച്ചു, പാപരഹിതനായിട്ടുള്ള ഹേ സൂത, അങ്ങ് എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ചവനാണല്ലോ. വേദജ്ഞന്മാരിൽ മുഖ്യനായ വ്യാസമഹർഷിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റു മുനിമാരും ആധ്യാത്മികമായി എന്തെല്ലാം അറിയുമോ അവയൊക്കെ അവരുടെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങേക്കും അതൊക്കെ അറിയാം. അപ്പം അങ്ങയോട് ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ശൗനകൻ മുതലായിട്ടുള്ള കുറേ മഹർഷിമാരുണ്ട്, അവരെല്ലാവരും കൂടി സൂതനോട് ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ശാസ്ത്രപാഠം കൊണ്ടും ആചാര്യ ഉപദേശം കൊണ്ടും മനുഷ്യർക്ക് ജീവിതത്തിൽ സാധിക്കേണ്ടതായിട്ടുള്ള പരമശ്രേയസ് എന്താണ് എന്ന് അറിഞ്ഞവനാണ് അങ്ങ്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരുണ്യമുണ്ടാകണം എന്നാണ് ഒന്നാമത്തെ ചോദ്യം.
അതായത് ശാസ്ത്രം പഠിച്ചതുകൊണ്ടും ആചാര്യന്മാരുടെ ഉപദേശങ്ങളെയൊക്കെ കേട്ടതുകൊണ്ടും മനുഷ്യർക്ക് ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള പരമശ്രേയസ് എന്താണ് എന്ന്. കാരണം കലികാലത്ത് ജനങ്ങൾ അല്പായുസ്സുകളും ബുദ്ധിശക്തി കുറഞ്ഞവരുമാണ്. അവർക്ക് എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കാനോ എല്ലാവർക്കും ഗുരുനാഥന്മാരെ ആശ്രയിക്കാനോ പരമശ്രേയസ് എന്താണ് എന്നറിയാനോ സമയവും സാവകാശമൊന്നും ഉണ്ടാകാറില്ല. അതിനാൽ സകല ശാസ്ത്രങ്ങളുടെയും ആചാര്യന്മാരുടെയും ഉപദേശത്തിൻ്റെ സാരസർവസ്വം എന്താണ് എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഏതനുഷ്ഠാനം കൊണ്ടാണോ ആത്മസംതൃപ്തി ഉണ്ടാവുക അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഭക്തന്മാരുടെ പതിയായിരിക്കുന്ന ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് അവതരിച്ചതിൻ്റെ മുഖ്യമായ പ്രയോജനം എന്താണ്? ശ്രീകൃഷ്ണന്റെ അവതാരം ജീവജാലങ്ങൾക്ക് ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ്. ഭയങ്കരമായിട്ടുള്ള ഈ സംസാരത്തിൽ അകപ്പെട്ടു പോയ ജീവന്മാർ പരവശരായിട്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണ് എങ്കിൽ ഉടനെ സംസാരബന്ധത്തിൽ നിന്നും മുക്തരായിത്തീരും. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചവരും ശാന്തന്മാരുമായിട്ടുള്ള മുനിമാർ പോലും അവരെ ആശ്രയിക്കുന്നവരെ ഗംഗാനദി എന്നതുപോലെ പാപം നശിപ്പിച്ച് അതിവേഗത്തിൽ ശുദ്ധരാക്കി തീർക്കുന്നു. ആ സ്ഥിതിക്ക് മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരാളാണ് കലികാല ദോഷങ്ങളെ നശിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ലീലകളെ കേൾക്കാൻ ആഗ്രഹിക്കാതിരിക്കുക? ശ്രീകൃഷ്ണന്റെ ഉദാരലീലകൾ വിദ്വാൻമാരായ ആളുകൾ എപ്പോഴും കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധാലുക്കളായ ഞങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ പുണ്യലീലകളെ വർണ്ണിച്ചു തന്നാലും. സ്വതന്ത്രനായ ഭഗവാൻ സ്വന്തം യോഗമായി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന അവതാര കഥകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. മുൻപ് ശ്രീകൃഷ്ണാവതാരത്തെ ശ്രീകൃഷ്ണ ലീലകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഭഗവാന്റെ മറ്റ് അവതാരങ്ങളും ഏതെല്ലാമാണ് ആ അവതാര ലീലകളെ കൂടി പറഞ്ഞു തരണം. ഏതെല്ലാം അവതാരങ്ങൾ സ്വന്തം യോഗമായി സ്വീകരിച്ച് ഭഗവാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞു തരൂ. ഭഗവത് കഥകൾ ഓരോ പദത്തിലും കൂടുതൽ കൂടുതൽ സ്വാദുള്ളവയാണ്. ആ കഥകൾ എത്ര കേട്ടാലും ഞങ്ങൾക്ക് മതി വരില്ല. തൻ്റെ ഈശ്വര സ്വരൂപത്തെ മനുഷ്യഭാവം കൊണ്ട് മറച്ചവനും കപടപുരുഷനുമായിരിക്കുന്ന കൃഷ്ണൻ ബലരാമനോട് ഒന്നിച്ചു ചെയ്തവയും മനുഷ്യർക്ക് അസാധ്യങ്ങളുമായിട്ടുള്ള ലീലകൾ എന്തെല്ലാമാണ്? കൃഷ്ണാവതാരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊക്കെ ചോദ്യം ചോദിച്ചു. അതിനുശേഷം പിന്നീട് ഇവിടെ ശ്രീകൃഷ്ണസ്വാമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ബലരാമനുമായിട്ട് കൂടിച്ചേർന്ന് ഏതെല്ലാം ലീലകളാണ് നടത്തിയത് അതിനെയും പറഞ്ഞു തരൂ എന്ന് പറയുന്നു. കലിയുഗം ആരംഭിച്ചത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഭഗവത് സാന്നിധ്യമുള്ള ഈ നൈമിഷാരണ്യത്തിൽ 1000 സംവത്സരക്കാലം നീണ്ടു നിൽക്കുന്ന യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാഗങ്ങളെ കൊണ്ട് നിഷ്കാമമായി ഭഗവാനെ ആരാധിച്ച് മനഃശുദ്ധി സമ്പാദിച്ച് ഭഗവത് കഥകൾ കേൾക്കാനുള്ള അർഹത സമ്പാദിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. സംസാര സമുദ്രത്തെ കടന്നാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കണ്ടുകിട്ടിയ തോണിക്കാരനാണ് അങ്ങ്. ധർമ്മത്തിൻ്റെ രക്ഷിതാവും യോഗേശ്വരനും ബ്രാഹ്മണ ഭക്തനുമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു കഴിഞ്ഞ ഈ കാലത്ത് ധർമ്മം ആരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്? ഇതൊക്കെ കാരുണ്യത്തോടുകൂടി അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിക്കുന്നു. അപ്പോൾ ശൗനകാദി മഹർഷിമാർ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം നൈമിഷാരണ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. ശൗനകാദി മഹർഷിമാർ വലിയ വിദ്വാൻമാരാണ്, മഹാശാലന്മാരാണ്. ഭാഗവതത്തിൽ അവരെ കുറിച്ചിട്ട് പറയുന്നത് മഹാശാലൻ എന്നാണ്. മഹാശാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം വിദ്യാർത്ഥികൾ പഠിക്കുന്നതായിട്ടുള്ള പാഠശാലകളെ നടത്തുന്നയാളെയാണ് മഹാശാലൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അനവധി ആചാര്യന്മാർ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജ്ഞാനത്തെ പകർന്നു നൽകുന്ന സമ്പ്രദായത്തെയാണ് ഇവിടെ മഹാശാലൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കും അറിയാലോ, ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആൾ.
അപ്പോൾ അദ്ദേഹം അത്രയും വിദ്വാനായിരിക്കും, ലോകത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളായിരിക്കും, ശാസ്ത്രബോധമുള്ളതായിരിക്കും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണ്. അദ്ദേഹം പോലും ഈ കലിദോഷങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി അനേക കാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു യജ്ഞം നടത്തി എന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത്, ഇവിടെ എല്ലാ മനുഷ്യരും ലോക നന്മയ്ക്ക് ഉതകുന്നതായിട്ടുള്ള സത്കർമ്മങ്ങൾ അവരവർക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യേണ്ടതാണ്. എല്ലാ മനുഷ്യരുടെയും സാമർഥ്യം വ്യത്യസ്തമായിരിക്കും, നമുക്കറിയാം. കാരണം ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ അംബാനിയെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെയുള്ള പ്രവർത്തികൾ ചിലപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ അവർക്കത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് വരുന്നില്ല. നമുക്കും നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, അത് ചെയ്യേണ്ടതാണ്. ഒരു ക്ഷേത്രത്തിൽ പോവുക, അവിടെ എന്തെങ്കിലും സേവനം ചെയ്യുക, കുറച്ച് സമയമെങ്കിലും. പൊതുവെ ആചാര്യന്മാർ പറയാറുണ്ട്, ജീവിതത്തിൽ ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 29 ദിവസം, 30 ദിവസമുള്ള ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ 29 ദിവസം നമുക്ക് നമ്മുടെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. എന്നാൽ ഒരു ദിവസം ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു ദിവസമാണ് നമ്മുടെ 30 ദിവസത്തിനുമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ 29 ദിവസത്തിനുമുള്ള ഊർജം നൽകുന്നത്. കാരണം ഈശ്വര അനുഗ്രഹമാണ് അനുഗ്രഹമായി നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം തണൽ നൽകുന്നത്, ആശ്രയം നൽകുന്നത്, അനുഗ്രഹം നൽകുന്നത്. ആ ഒരു ഓർമ്മയോടുകൂടി, ബോധത്തോടുകൂടി നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതം അതിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 29 ദിവസം നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ നമ്മുടെ പ്രയത്നമാണെങ്കിലും നമ്മുടെ വരുമാനമാണെങ്കിലും ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി, ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ആചാര്യന്മാർ പറയാറുണ്ട്. നേരത്തെ പറഞ്ഞുവല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നത്. അതുപോലെ 24 മണിക്കൂറുള്ള ജീവിതത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈശ്വര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി, സത്കർമ്മങ്ങൾക്ക് വേണ്ടി നാം മാറ്റിവെക്കേണ്ടതാണ്. ഈശ്വര നാമജപമാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ. കാരണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്. ഈ സത്കർമ്മം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സൂതൻ അവിടെ വരുന്നതും സൂതനോട് ഈ കാര്യങ്ങളെയൊക്കെ ചോദിക്കാൻ ശൗനകാദി മഹർഷിമാർക്കും സാധിക്കുന്നത്. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ഉദയം ചെയ്യുന്നത്. ഭാഗ്യം എന്നുള്ളത് നല്ല പ്രവർത്തികളുടെ പരിണത ഫലത്തെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യമുണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതം അനുകൂലമായ സാഹചര്യത്തിലേക്ക് പരിവർത്തനപ്പെടുന്നത്. നമുക്കറിയാം, ഭാഗ്യമെന്നുള്ളതും നിർഭാഗ്യമെന്നുള്ളതും നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളതാണ്. ഭാഗ്യമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നു, ഉയർച്ചയുണ്ടാകുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു, നമ്മുടെ കുടുംബത്തിന് നന്മയുണ്ടാകുന്നു. എന്നാൽ നിർഭാഗ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കഷ്ടകാലം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുന്നു, ആപത്തുകൾ വരുന്നു, നമ്മുടെ കുടുംബത്തിനും ദുരിതങ്ങൾ വരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്കറിയാം. എന്നാൽ ഈ ഭാഗ്യവും നിർഭാഗ്യവും നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തികളുടെ പരിണത ഫലമാണ് എന്ന് പലപ്പോഴും നാം അറിയാറില്ല. നമ്മൾ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, ഈശ്വര നാമജപാദികൾ, ക്ഷേത്രദർശനാദികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സത്കർമ്മങ്ങളാണ്. ആ സത്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുണ്യമായും ആ പുണ്യത്തിൻ്റെ പരിണത ഫലം ഭാഗ്യമായും നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്നു. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചീത്ത പ്രവർത്തികൾ, ദുഷ്കർമ്മങ്ങൾ, മറ്റുള്ളവരെ ദ്രോഹിക്കലാകട്ടെ, മറ്റുള്ളവരെ കുറ്റം പറയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാകട്ടെ,
ഇങ്ങനെ ദ്രോഹപരമായിട്ടുള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രം നിഷേധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യുന്നത് അത് ദുഷ്പ്രവർത്തികളായി പരിണമിക്കുന്നു. ദുഷ്പ്രവർത്തികളുടെ പരിണത ഫലമെന്നുള്ളത് പാപമാണ്. ആ പാപത്തിൻ്റെ പരിണത ഫലം നിർഭാഗ്യമായിട്ട്, കഷ്ടകാലമായിട്ട് പരിണമിക്കുന്നു. ആ കഷ്ടകാലം അല്ലെങ്കിൽ നിർഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തെയും ആപത്തിനെയും കൊണ്ടുവരുന്നു. അപ്പം അതുകൊണ്ട് വിവേകികളായിട്ടുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നല്ല പ്രവർത്തികൾ ചെയ്യാൻ പരിശ്രമിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉദയം ചെയ്യുമ്പോഴാണ് നല്ല ആളുകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകുന്നത്. സത്സംഗം അല്ലെങ്കിൽ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാവുക എന്നുള്ളതും ഭാഗ്യത്തിൻ്റെ ഒരു പരിണത ഫലമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നേർവഴി പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഈ ശൗനകാദി മഹർഷിമാർക്ക് സൂതനെ പോലെയുള്ള വിദ്വാനായ അറിവുള്ളവരായ ഒരാളെ അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് ഈ സത്കർമ്മം കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ഇവിടെ 1-ാം അധ്യായം ഇവിടെ കഴിയുന്നു. 2-ാം അധ്യായത്തിൽ അതിന് സൂതൻ മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ചോദ്യത്തിന് മറുപടി ആവശ്യമാണല്ലോ. ഇപ്പോൾ ഭാഗവത ഉപദേശത്തിലൂടെ തന്നെ കൃതാർത്ഥനാക്കി തീർത്ത ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് ശൗനകാദി ഋഷികളുടെ ചോദ്യത്തിന് സൂതൻ മറുപടി പറഞ്ഞത്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുകളുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെയും നമ്മുടെ ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ്. ആ സ്മരണ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ മനസ്സുകൊണ്ട് സ്മരിച്ച് തനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതായിട്ടുള്ള നമ്മുടെ ഗുരുനാഥന്മാർ, എത്രയോ ഗുരുക്കന്മാർ നമുക്കുണ്ടാവും. ആ ഗുരുക്കന്മാരെ മനസ്സുകൊണ്ട് ഒന്ന് സ്മരിച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കൃതജ്ഞരായിത്തീരും. കൃതജ്ഞരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികരോട് നന്ദിയുള്ളവരായി തീരുക എന്നർത്ഥം. നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമുക്ക് അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരാകട്ടെ, മറ്റ് നന്മകൾ ആരെല്ലാം പകർന്നു തന്നിട്ടുണ്ടോ അവരെയൊക്കെ മനസ്സുകൊണ്ടൊന്ന് സ്മരിക്കുക. ആ കൃതജ്ഞത എന്നുള്ളത്, നന്ദി പ്രകടനം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള വിനയത്തെ വീണ്ടും വളർത്താനും ആ വിനയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയും മനസ്സുമൊക്കെ കൂടുതൽ വിശാലമാകാനും കൂടുതൽ അറിവുണ്ടാകാനും സാമർഥ്യമുണ്ടാകാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇതറിയാവുന്ന ആളാണ് സൂതൻ. അതുകൊണ്ടാണ് തൻ്റെ ഗുരുനാഥനായിട്ടുള്ള, തനിക്ക് ഭാഗവതത്തെ അല്ലെങ്കിൽ അറിവിനെ പകർന്നു തന്ന് തന്നെ പ്രാപ്തനാക്കിയ തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീശുക മഹർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ടാണ് ശൗനകാദികളുടെ ചോദ്യത്തിന് സൂതൻ മറുപടി പറഞ്ഞത്. ഞാൻ ഗുരുനാഥൻ്റെ പ്രത്യേകത പറയുന്നു. ഉപനയന സംസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനമുണ്ടായതിനാൽ ശ്രീശുകന് കർമ്മത്തിൻ്റെ ആവശ്യമില്ല. അതിനാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിങ്ങനെയുള്ള 3 ആശ്രമങ്ങളെയും അവയിൽ നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് അദ്ദേഹം സന്യസിച്ചു പോയി. പുത്രൻ തന്നെ വിട്ടുപോകുന്ന വിരഹദുഃഖം കൊണ്ട് പരവശനായിരിക്കുന്ന വ്യാസമഹർഷി പുത്ര എന്ന് വിളിച്ചുകൊണ്ട് മകൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ ആ വിളിക്ക് വൃക്ഷങ്ങളാണ് വിളി കേട്ടത്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ആത്മാവാണ് താൻ എന്ന അനുഭവം വന്നവനായിരുന്നു ശ്രീശുക മഹർഷി. അതാണ് അച്ഛൻ തന്നെ വിളിച്ചപ്പോൾ വൃക്ഷങ്ങളിലൂടെ വിളി കേൾക്കാൻ കാരണം. അങ്ങനെ സകല ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന പരമാത്മതത്വമാണ് താൻ എന്ന് അനുഭവം വന്ന മഹാത്മാവാണ് വ്യാസപുത്രനായിരിക്കുന്ന ശുകൻ. ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അസാധാരണ മഹിമകളോട് കൂടിയതും എല്ലാ വേദങ്ങളുടെയും സാരസർവസ്വവും അതിരഹസ്യവുമായിട്ടുള്ള പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അജ്ഞാന അന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യന്തം ഉപകരിക്കുന്നതായ ഒരു കെടാവിളക്കാണ് ഇത്. സംസാര അന്ധകാരത്തിൽ കടന്ന് കഷ്ടപ്പെടുന്ന ജീവന്മാരോടുള്ള കാരുണ്യത്താൽ ലോകത്തിന് ഈ അനശ്വര ദീപമായിട്ടുള്ള ഭാഗവതത്തെ നൽകിയവനും എൻ്റെ ഗുരുവുമായിരിക്കുന്ന വ്യാസപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു.
ഭഗവാൻ ശ്രീനാരായണനെയും മനുഷ്യരിൽ ഉത്തമനായ നരമഹർഷിയെയും സരസ്വതീ ദേവിയെയും വ്യാസമഹർഷിയെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം. അല്ലയോ ശൗനകാദി മഹർഷിമാരെ, നിങ്ങളുടെ ചോദ്യം വളരെ ഉചിതമായിട്ടുള്ളതാണ്. കാരണം ശ്രീകൃഷ്ണനെ പറ്റി കേൾക്കലും കീർത്തിക്കലും മനസ്സിനെ അതിവേഗത്തിൽ ശുദ്ധീകരിക്കുന്നതിനുള്ള അനുഷ്ഠാനങ്ങളാണ്. മനസ്സ് ശുദ്ധമാകാൻ ഏറ്റവും നല്ല കാര്യം ഈശ്വര നാമജപം, അതുപോലെ ഭഗവത് കഥകൾ കുറച്ചു സമയമെങ്കിലും കേൾക്കുക തുടങ്ങിയിട്ടുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും ആത്മസ്വരൂപനുമായ ഭഗവാനിൽ നിഷ്കാമവും യാതൊരു തടസ്സമില്ലാത്തതുമായ ഭക്തി ഉണ്ടാവുക എന്നതാണ് മനുഷ്യരുടെ പരമമായിട്ടുള്ള ധർമ്മം. ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ശാസ്ത്രങ്ങളെ കൊണ്ട് അറിയേണ്ടതും അനുഷ്ഠാനങ്ങളിലൂടെ നേടേണ്ടതുമായിട്ടുള്ള പരമമായിട്ടുള്ള ധർമ്മം എന്താണ് മനുഷ്യൻ്റേത് എന്നാണ് ചോദ്യം. അതിന് മറുപടി പറയണു, ഭഗവാനിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് മനുഷ്യരുടെ പരമമായിട്ടുള്ള ധർമ്മം. അപ്പോൾ ഈ പരമമായിട്ടുള്ള ധർമ്മം ഭക്തി ഉണ്ടാവുക എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ചോദ്യവും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം എന്നൊരു സംശയം തോന്നാം. ഇപ്പോൾ നമ്മളൊക്കെ ഭക്തരാണ്, അമ്പലത്തിൽ പോകാറുണ്ട്, കുറി തൊടാറുണ്ട്, പ്രസാദം വാങ്ങിക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, നമ്മളൊക്കെ ഭക്തരാണ്. അപ്പം അതുകൊണ്ട് ഈ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം എന്ന് എങ്ങനെ ഈ ചോദ്യത്തിന് മറുപടി പറയാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു സംശയം അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഈശ്വരനിൽ പരമമായിട്ടുള്ള ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നിഷ്കാമകർമ്മത്തിന് നമ്മളെ അത് പ്രാപ്തരാക്കും. നിഷ്കാമകർമ്മം എന്ന് പറയുന്നതിന് നമ്മളെ കൊണ്ട് ഓരോ പ്രവൃത്തികളും ചെയ്യിക്കുന്നത് ഈശ്വരനാണ്. നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പ്രവർത്തിക്കാനും എല്ലാം സാധിക്കുന്നത്. അപ്പം നമ്മൾ ഈശ്വരൻ്റെ കയ്യിലൊരു ഉപകരണമാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും പ്രകാശിക്കും. ഈശ്വരൻ്റെ കയ്യിലൊരു ഉപകരണമാണ് താൻ എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് തന്നെ ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്നത്. താൻ ചെയ്യുന്നതൊക്കെ ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഈശ്വര നിർദ്ദേശത്താലുള്ള പ്രവൃത്തികളാണ് എന്ന് ഒരാൾക്ക് ഉള്ളിലൊരു ബോധമുണ്ടാകുന്ന സമയത്ത് പരമാവധി അയാൾക്ക് അധാർമികമായിട്ടുള്ള തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും ആസുരിക പ്രവൃത്തികൾ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ആൾക്ക് സാധിക്കില്ലല്ലോ. ഈശ്വരനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവീക ഗുണങ്ങൾ വികസിക്കും. ദൈവീക ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങൾ. അപ്പം ഈശ്വരനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഈശ്വരഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ദൈവീക ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ വികസിക്കും. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ നല്ല ഗുണങ്ങൾ വികസിക്കുന്നത് ആ സമയത്ത് ആ വ്യക്തിയുടെ ചിന്തകൾ നല്ലതായിരിക്കും, ദൈവീകമായിരിക്കും. ദൈവീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിന്തകൾ എന്നർത്ഥം. അങ്ങനെ നല്ല ചിന്തകളിലൂടെ നല്ല പ്രവർത്തികളിലേക്ക് അദ്ദേഹം പരിണതപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പറയുന്ന വാക്കുകളാണെങ്കിലും ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും എല്ലാം ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു സാത്വിക ഭാവത്തോടു കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നന്മയുള്ളതായിരിക്കും. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാം നല്ല പ്രവർത്തികൾ, നല്ല വാക്ക്, ഇതെല്ലാം സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പ്രവണത അയാളുടെ ഉള്ളിൽ വരും. കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകളാണല്ലോ നമുക്ക് പ്രവൃത്തിക്ക് കാരണമായി തീരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഋഷിമാർ ഈ ഒരു കാര്യം പറയുന്നത്. ഈശ്വരൻ എപ്പോഴും ലോകം നല്ലതായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ചീത്തയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരസ്പരം തമ്മിൽ തല്ലി കലഹിച്ച് വെട്ടും കുത്തുമായിട്ട് ജീവിക്കാനല്ലല്ലോ ഈശ്വരൻ ഉണ്ടാവുക. മറിച്ച് സ്നേഹത്തോടു കൂടി
കൂട്ടായ്മയോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, നല്ല ഭാവനയോടു കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ജീവിക്കുന്നതായിരിക്കും ഈശ്വരന് ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി കഴിയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ളൊരു കുടുംബത്തെയാണോ ഈശ്വരന് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കുക? പരസ്പരം എന്നും വഴക്കും ബഹളവും പരസ്പരം ആരും വിശ്വാസമില്ലാതെയും ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും തമ്മിൽ തല്ലിയുമൊക്കെ കഴിയുന്ന ഒരു കുടുംബത്തെയാണോ ഈശ്വരൻ അനുഗ്രഹിക്കുക എന്നുള്ളത് സ്വയം ആലോചിച്ച് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, വളരെ സ്നേഹത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി അവരവരുടെ ജോലിയൊക്കെ ചെയ്ത് ഒരു കുറച്ച് സമയം വീട്ടിലെല്ലാവരും കൂടി ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് അങ്ങനെ കഴിയുന്ന അച്ഛനും മക്കളും അമ്മയും എല്ലാം അടങ്ങുന്നതായിട്ടുള്ള ആ ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങൾ കൂടിച്ചേരുന്നതായിട്ടുള്ള ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ എത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. അവിടെ നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കുന്നതിന് യാതൊരു ഭയവും ഉണ്ടാവില്ല. നമ്മുടെ വീട് ആരും കൊള്ളയടിക്കുന്നോ മോഷണം ചെയ്യുന്നോ നമുക്ക് ഭയമുണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റു തെറ്റായ പ്രവണതകൾ, മദ്യമോ മറ്റു ലഹരിയോ മയക്കുമരുന്നോ അത് കഴിച്ച് പരസ്പരം ഉപദ്രവിക്കുന്നതോ ആയിട്ടുള്ള ഒരു സ്വഭാവം, ശീലം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പരമമായിട്ടുള്ള ശ്രേയസ് ഈശ്വരഭക്തി ആണ് എന്ന് പറയാൻ കാരണം, ഈ ഈശ്വരഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന്മയിലേക്ക് തിരിയുന്നതായിട്ടുള്ള ഒരു പ്രവണത വരും. അപ്പം അതുകൊണ്ടാണ് ഈശ്വരഭക്തി എന്നുള്ളത് സമൂഹത്തിൽ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ വളരെ അനിവാര്യതയാണ്. ഭക്തി എന്നുള്ളത് കേവലം അന്ധമായിട്ടുള്ളൊരു പ്രകടനമല്ല, മറിച്ച് നമ്മുടെ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതാണ്. ഈ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതായിട്ടുള്ള ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തും അത് വളരെ ഊർജപ്രദമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് പരിണതപ്പെടുത്തും. അതുകൊണ്ടാണ് പരമമായിട്ടുള്ള എല്ലാവരുടെയും കർത്തവ്യമാണ്, ഏത് മനുഷ്യനാകട്ടെ, ശ്രീമദ് ഭാഗവതം എന്നുള്ളത് ഒരു പ്രത്യേക ആളുകൾക്ക് പറയുന്നതല്ല. നമ്മുടെ ഋഷിമാരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഏത് തരത്തിലുള്ള വിശ്വാസികളാകട്ടെ, ഏത് തരത്തിലുള്ള ആളുകളാകട്ടെ, എല്ലാവർക്കും വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതം നിർദ്ദേശിക്കുന്നത്. ആ മനുഷ്യരുടെ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പരമമായിട്ടുള്ള ധർമ്മമാണ് ഭഗവാനിൽ ഭക്തി വളർത്തുക എന്നുള്ളത് എന്നിവിടെ സൂചിപ്പിച്ചു. ഭഗവാൻ വാസുദേവനിൽ ഭക്തിയോഗത്തെ വളർത്താൻ കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ വൈരാഗ്യമുണ്ടാവും. വൈരാഗ്യം എന്നുള്ളതിന് ലോകത്തിൽ അമിതമായിട്ടുള്ള ആസക്തി ഇല്ലാതിരിക്കുക എന്നർത്ഥം. വിഗതമായ രാഗത്തെയാണ് വിരാഗം എന്ന് പറയുന്നത്. വിരാഗത്തിൻ്റെ ഭാവത്തെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഈ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടാതെ അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. വാസ്തവത്തിൽ പലപ്പോഴും മനുഷ്യൻ അസ്വസ്ഥമാകുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുന്നത് നമുക്കില്ലാഞ്ഞിട്ടല്ല. ആരോഗ്യമാകട്ടെ, കഴിഞ്ഞുകൂടാനുള്ള സമ്പത്താകട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് മനുഷ്യൻ സമാധാനമില്ലാത്തവനായി, അസ്വസ്ഥനായി അലഞ്ഞു നടക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. അതിന് കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദുരാപൂരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അടങ്ങാത്ത ആർത്തിയാണ്. പലപ്പോഴും ഈ ദുരാപൂരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അടങ്ങാത്ത ആർത്തി എന്തിനു വേണ്ടിയാണ് എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. കുറച്ചു കാലം കിട്ടിയതായിട്ടുള്ള ജീവിതം, ആയുസ് എന്നുള്ളത് അനിശ്ചിതമായിട്ടുള്ളതാണ്. എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ അനിശ്ചിതമായിട്ടുള്ള ആയുസ്സിൽ ഈശ്വരൻ നൽകിയതായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും ഉപയോഗിച്ച് അവരവരുടെ കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ മനുഷ്യൻ വേണ്ടത്? ബുദ്ധിമാനാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്?
നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, മക്കള്, ഭർത്താവ്, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ, മറ്റുള്ള ആളുകൾ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, ഇവരോടൊക്കെ വളരെ സൗഹാർദ്ദപൂർണമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിച്ച് ഓരോ ദിവസങ്ങളും തൻ്റെ ജോലിയോ എന്താണോ ചെയ്ത് കൃത്യമായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കാവുന്നതാണ്. എന്നാൽ പലപ്പോഴും അതല്ല ഉണ്ടാകാറുള്ളത്. പരസ്പരം വിദ്വേഷവും വെറുപ്പും അതുപോലെ തന്നെ പരിഹാസങ്ങളും അപഹാസങ്ങളും എല്ലാമായിട്ട് എന്തിനോ വേണ്ടി ആരോടൊക്കെയോ നമ്മൾ മുറുമുറുപ്പ് കാണിച്ച് വെറുപ്പും വിദ്വേഷവുമായിട്ട് ഈ ആയുസ് തള്ളി നിൽക്കുന്നു. എന്താണ് അതുകൊണ്ട് പ്രയോജനമുള്ളത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. നമ്മൾ കലഹിച്ച് വിദ്വേഷം പ്രചരിപ്പിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ലാഭമുണ്ടോ? അതോ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് ചരിതാർത്ഥനായി മടങ്ങുമ്പോഴാണോ നമുക്ക് ലാഭമുണ്ടാവുക? ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇതാണ് ഇവിടെ വൈരാഗ്യമുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈശ്വരഭക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ബോധമുണ്ടാകും. ആ ബോധമുണ്ടാകുന്ന സമയത്ത്, ബോധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ളതായ സാമർഥ്യം, ആ ബോധമുണ്ടാകുമ്പോഴാണ് വൈരാഗ്യമുണ്ടാകുന്നത്. നമുക്ക് ജീവിക്കണം ഈ ലോകത്ത്, സന്തോഷമായിട്ട് നമുക്ക് ആയുസ് കിട്ടിയിടത്തോളം കാലം ആ ആയുസ് ഈ അനാവശ്യമായിട്ട് ലോകത്തിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞു കഴിയാതെ ഉള്ളത് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളെ സന്തോഷത്തോടു കൂടി നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടും കൂടി ജീവിക്കാനുള്ളതായ ഒരു ബോധം നമുക്കുണ്ടാവും. അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വൈരാഗ്യത്തിന് പല തലങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എങ്കിലും സാമാന്യമായി നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യത്തെ പറയുന്നു. അപ്പോൾ സന്യാസിമാരുടെ വൈരാഗ്യമല്ല സാമാന്യമായി ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളുടെ വൈരാഗ്യം. അപ്പോൾ അതുകൊണ്ട് സാമാന്യമായി നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാം. ഇനി ആ വൈരാഗ്യത്തിൻ്റെ ദൃഢതയിൽ, വൈരാഗ്യം ദൃഢമാകുന്ന സമയത്ത് വിചാരം കൊണ്ട് താൻ ആത്മാവാണ് എന്നുള്ള ജ്ഞാനം പ്രകാശിക്കും. താൻ കേവലം ഈ ഒരു ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി, പലപ്പോഴും അങ്ങനെയാണല്ലോ കാണാറുള്ളത്, ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തനിക്ക് സന്തോഷിക്കുന്നതിന് വേണ്ടി എന്ത് ദ്രോഹവും ചെയ്യാൻ മടിയില്ലാത്തതായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാം. ആ ഒരു ചിന്താഗതി മാറി താൻ ആത്മാവാണ് എന്നുള്ള ജ്ഞാനം പ്രകാശിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം ഉപാധിയായിട്ട് സ്വീകരിച്ചതായിട്ടുള്ള താൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ലോകത്തു നിന്ന് പോണ്ടവനാണ്. അപ്പം ശരീരമല്ല വാസ്തവത്തിൽ ഞാൻ എന്നുള്ളത് ഈശ്വരാംശമായിട്ടുള്ള ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വിചാരങ്ങളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും നന്മയുള്ളതായിരിക്കണം എന്നുള്ള ബോധം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളും നല്ലതായി തീരും. അപ്പോൾ ആത്മാവാണ് താൻ എന്നുള്ളതായ ആ ഒരു ജ്ഞാനം സ്ഫുരിക്കാൻ തുടങ്ങും. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാലോ ജീവൻ കൃതാർത്ഥനായി തീരുകയും ചെയ്യും. താൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. എന്നിട്ട് പറയുന്നു, ധർമ്മ ആചരണം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പരമപ്രയോജനം എന്ന് പറയുന്നത് ഭഗവാനിൽ ഭക്തി ഉണ്ടാവലാണ്. നമ്മുടെ ധർമ്മം, ഓരോരുത്തരുടെയും ധർമ്മങ്ങളുണ്ടല്ലോ, ആ ധർമ്മം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പരമമായിട്ടുള്ള പ്രയോജനം ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഭക്തിയുടെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. ഇനി അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ധർമാചരണം എന്നുള്ളത് വ്യർത്ഥമാണ് എന്ന് പറയുന്നു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തലത്തിൽ അത് സാർത്ഥകമായി തീരുന്നില്ല. എന്നാൽ വ്യർത്ഥമാണെന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഈ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെ കൊണ്ടാണല്ലോ ക്രമേണ നമ്മുടെ അന്ധക്കരണം ശുദ്ധമായി തീരുന്നത്. ഒരു കുളത്തിലെ പായൽ മൂടിക്കിടക്കുന്നതായിട്ടുള്ള ഒരു കുളം, ആ കുളത്തിൽ നിറയെ പായലാണ്, എല്ലാവർക്കും കുളിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കുളമാണ്. ആ കുളം ചിലപ്പോൾ വൃത്തിയാക്കൽ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ കൂടി ആ കുളം വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ആ കുളം വൃത്തിയാക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാടും പടലും ഒക്കെ അവർ വെട്ടി അതിലുള്ള പായൽ കുറേശ്ശെ അവർ നീക്കി ആ വെള്ളം ശുദ്ധമാക്കി നല്ലതാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് 2-3-4 പേരാണ്. അപ്പോൾ ഒരു ദിവസം അവർ കാട് പകുതി വെട്ടി. അങ്ങനെ 2-3 ദിവസം കൊണ്ട് കാട് വെട്ടുന്നു. പിന്നീട് പായൽ കയറ്റാൻ തുടങ്ങി. ആ പായൽ വലിച്ചു കയറ്റുന്ന സമയത്ത് നല്ല പ്രയാസമാണ്.
അതിനും 3-4 ദിവസങ്ങളെടുത്തു. അപ്പോൾ 3-4 ദിവസങ്ങളെടുത്ത് അങ്ങനെ പായൽ അവർ കുറേശ്ശെ കയറ്റി ക്രമേണ ഒരാഴ്ച അതിൽ കൂടുതൽ ദിവസങ്ങളെ കൊണ്ട് ആ കുളം ശുദ്ധമാക്കി. അപ്പോൾ തുടക്കത്തിൽ 1-മത്തെയോ 2-മത്തെയോ ദിവസം കൊണ്ട് ആ കുളം മുഴുവൻ വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് ഭാഗം മാത്രമേ ആ കാട് വെട്ടാനോ അല്ലെങ്കിൽ പായൽ കയറ്റാനും ഒക്കെ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ പ്രവൃത്തി ഒരിക്കലും വ്യർത്ഥമായി തീരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു തുടർച്ചയായിട്ടുള്ള പ്രവൃത്തികളുടെ സമാഹാരമാണല്ലോ ആ കുളം ശുദ്ധമായി തീരുക, വൃത്തിയായി തീരുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ ധർമാചരണത്തിൻ്റെ പരമമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഭഗവാനിൽ ഭക്തി ഉണ്ടാവലാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസത്തെ അനുഷ്ഠാനം കൊണ്ടോ 2 ദിവസത്തെ അനുഷ്ഠാനം കൊണ്ടോ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി സ്ഫുരിക്കില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം നാമം ജപിക്കലോ 2 ദിവസം നാമം ജപിക്കലോ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം സ്പഷ്ടമായി അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. ആ കുട്ടികളെല്ലാവരും കൂടി കുറേ ദിവസം തുടർച്ചയായിട്ട് ചെയ്തപ്പോഴാണ് ആ കുളം വൃത്തിയായത്. അപ്പോൾ ഒരാൾ ഒരു ദിവസം വന്നിട്ട് കുട്ടികളെ, നിങ്ങൾ ഈ കുറച്ച് പുല്ല് വെട്ടിയിട്ട് എന്താണ് കാര്യം? ഇത് വൃത്തിയാകാൻ പോകുന്നുണ്ടോ? മുഴുവൻ വൃത്തിയാവണ്ടേ? ഒരു ദിവസത്തെ ഇങ്ങനത്തെ പ്രവൃത്തി കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ഈ ധർമാചരണം കൊണ്ട് ഭക്തി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ധർമാചരണം വ്യർത്ഥമാണ് എന്ന് പറയുന്നത്. സത്കർമ്മങ്ങൾ ഒരിക്കലും വ്യർത്ഥമാവില്ല. ആ ധർമാചരണം പൂർണ്ണതയിലെത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും കുറേശ്ശെയായിട്ട് നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ ആ ധർമാചരണം അനുഷ്ഠിക്കേണ്ടതാണ്. അജ്ഞാനമാണ് നമ്മുടെ ബന്ധത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണം. ജ്ഞാനം കൊണ്ട് മാത്രമേ ബന്ധം നശിച്ച് മുക്തനായി തീരാൻ കഴിയൂ. മനഃശുദ്ധി എന്നുള്ളത് ജ്ഞാനത്തിന് അത്യന്താപേക്ഷിതമാണ്. മനഃശുദ്ധി ഉണ്ടാവാനായിട്ടാണ് ധർമ്മത്തെ ആദ്യത്തെ പുരുഷാർത്ഥമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങളാണല്ലോ ഉള്ളത്. അതിൽ ആദ്യത്തെ പുരുഷാർത്ഥമായിട്ട് ധർമ്മത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ധർമ്മത്തെ ആദ്യത്തെ പുരുഷാർത്ഥമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി നമ്മൾ സമ്പാദിക്കേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, നല്ലതായിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് 1-മത്തേതായിട്ടുള്ള പുരുഷാർത്ഥം എന്നുള്ളത് ധർമ്മം എന്നുള്ളത് പറഞ്ഞു, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട്. ഇനി ധർമ്മകാര്യങ്ങൾ നമുക്ക് ധർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജീവിക്കണമെങ്കിൽ ധനം വേണം. അതുകൊണ്ടാണ് 2-മത്തേതായിട്ടുള്ള പുരുഷാർത്ഥമായിട്ട് അർത്ഥത്തെ പറഞ്ഞിരിക്കുന്നത്. സമ്പത്ത് അത് ധാർമ്മികമായിട്ട് നമ്മൾ നേടേണ്ടതാണ്. അന്യായമായിട്ടൊരിക്കലും സമ്പത്ത് സമ്പാദിക്കരുത്. അത് നമുക്ക് ദുഃഖത്തിന് മാത്രമേ കാരണമായി തീരൂ. അപ്പോൾ കഴിയുന്നതും ധാർമ്മികമായിട്ട് സമ്പാദിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതുകൊണ്ട് അർത്ഥം എന്നുള്ളത് 2-മത്തെ പുരുഷാർത്ഥമായിട്ട് പറഞ്ഞു. ഇനി ശരീരം നിലനിന്നാലല്ലേ നമുക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കൂ. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നാണല്ലോ പറയുന്നത്. അപ്പം ശരീരം നിലനിന്നാൽ മാത്രമേ നമുക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കൂ. ശരീരം നിലനിൽക്കാൻ അത്യാവശ്യമുള്ള പദാർത്ഥങ്ങളെ ധർമ്മത്തിന് വിരോധം വരാത്ത രീതിയിൽ അനുഭവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് ശാസ്ത്രം. അതിനെയാണ് കാമം എന്നുള്ള 3-മത്തെ പുരുഷാർത്ഥം കൊണ്ട് പറയുന്നത്. അല്ലാതെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തലല്ല കാമം എന്ന പുരുഷാർത്ഥത്തിൻ്റെ സ്വരൂപം. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ജീവിക്കണമെങ്കിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ജോലി സമ്പാദിക്കുന്നു, വിവാഹം കഴിക്കുന്നു, വീട് വയ്ക്കുന്നു, അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണ്ടാകണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരും അങ്ങനെയാണല്ലോ. നമ്മൾ വളർന്നു വരുന്നു, നമുക്ക് ചിന്തിക്കാനുള്ള പക്വത വരുന്ന സമയത്ത് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു ജോലി വേണം, അത് നല്ല ജോലി വേണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിക്കണം, ഒരു കുടുംബജീവിതമാവണം, സന്താനങ്ങൾ ഉണ്ടാകണം, ഒരു നല്ല വീട് വയ്ക്കണം, വാഹനങ്ങളോ മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവർക്ക് നല്ല ജോലി എന്തെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കുക, അവരെ സ്വസ്ഥമായിട്ട് വിവാഹമൊക്കെ കഴിച്ച് നല്ല ജീവിതമായിട്ട് അവർ ജീവിക്കുന്നത് കണ്ട് താൻ സന്തോഷിക്കണമെന്ന് വിചാരിക്കുക. തൻ്റെ കുടുംബജീവിതവും അതുപോലെ സന്തോഷമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുക.
ഇതെല്ലാം കാമത്തിൽപ്പെടുന്നതാണ്, ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹം എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ കാമം അല്ലെങ്കിൽ ആഗ്രഹമാണ്. പക്ഷേ അത് ധർമ്മത്തിന് വിരോധം വരാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക, ഇതും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാമസ്യ ഇന്ദ്രിയപ്രീതി എന്നാണ് ഭാഗവത്തിൽ അവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാകരുത്. അത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ, അല്ലേ? കൊച്ചുകുട്ടികളെ പോലും പീഡിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ സമ്പത്ത് ഏതെങ്കിലും തരത്തിൽ മോഷ്ടിച്ച് താൻ സുഖമായിട്ട് ജീവിക്കുന്നത്, തൻ്റെ മകളുടെയോ അല്ലെങ്കിൽ മകൻ്റെയോ ഒക്കെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാര്യത്തിന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സമ്പത്ത് സമ്പാദിച്ച, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറേ സ്വർണമൊക്കെ സമ്പാദിച്ച് വെച്ച ഒരു സാധു മനുഷ്യൻ്റെ ആ സ്വർണമോ അല്ലെങ്കിൽ സമ്പത്തോ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ തനിക്ക് സുഖമാണ് എന്നുള്ളതിനൊപ്പം ആ മോഷ്ടിക്കപ്പെട്ട ആളുടെ അവസ്ഥ എന്തായിരിക്കും? ജീവിതത്തിൽ എത്ര വലിയ ദുഃഖമായിരിക്കും അദ്ദേഹം അനുഭവിക്കുക. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ ആഗ്രഹിച്ചോളൂ. ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. ആ സമ്പത്ത് നല്ല രീതിയിൽ സമ്പാദിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ദുഃഖമോ വേദനയോ അല്ലെങ്കിൽ അയാൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആത്മഹത്യ ചെയ്യാനോ ഒന്നും ഇടവരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മഹാപാപമായിട്ട് നമ്മുടെ തലയ്ക്ക് മീതെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ആഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ജീവിതത്തിൽ വേണ്ട എന്ന് ശാസ്ത്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ധാർമ്മികമായിട്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് മൂന്നാമത്തെ പുരുഷാർത്ഥം കൊണ്ട്, കാമം എന്നുള്ളത് കൊണ്ട് പറയുന്നു. നാലാമത്തതായിട്ട് മോക്ഷം എന്നുള്ളതാണ്. തത്വത്തെ അറിയലാണ് ജീവൻ്റെ പരമലക്ഷ്യം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. താൻ ആരാണെന്നുള്ളത് ബോധ്യമുണ്ടാവുക. ആരാണ് ഈശ്വരൻ, താൻ ആരാണ്, എന്തിനാണ് ഈ ലോകത്ത് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ പരമതത്വത്തെ അറിയലാണ് ജീവൻ്റെ പരമലക്ഷ്യം. അതല്ലാതെ എത്ര കാലം കർമ്മങ്ങൾ ആചരിച്ചാലും അതുകൊണ്ടൊരിക്കലും ജീവന് കൃതാർത്ഥത അനുഭവപ്പെടാൻ പോകുന്നില്ല. ആ തത്വത്തെയാണ് അദ്വിതീയ ജ്ഞാനമെന്നും ബ്രഹ്മമെന്നും വേദാന്തികളും അതുപോലെ പരമാത്മാവെന്ന് യോഗികളും ഭഗവാൻ എന്ന് ഭക്തന്മാരുമൊക്കെ പറയുന്നത്. അദ്വിതീയ ജ്ഞാനം, ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, ഇതൊക്കെ ആ തത്വത്തിൻ്റെ തന്നെ വിവിധ നാമങ്ങളാണ്. ശ്രദ്ധാലുക്കളായ മുനിമാർ ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയ ഭക്തി കൊണ്ട് ആ തത്വത്തെ തന്നിൽ ആത്മസ്വരൂപേണ അറിയുന്നു. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇവയിൽ ആദ്യമുണ്ടാവേണ്ടത് ഭക്തിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭക്തിയുടെ മഹിമ അവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. എങ്ങനെയാണ് ഭക്തി, എന്താണ് അതിൻ്റെ പ്രത്യേകത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം, ഹരി ഓം.